Hi friends, എല്ലാവർക്കും Macroeconomicsന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക് കോസ് തിയറം എന്ന് പറയുന്നതാണ്. ടോപ്പിക്കിന്റെ നോട്ട് ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. Externalities and Coase Theorem. The Coase Theorem is a legal and economic theory. അതായത് ഈ കോസ് തിയറം എന്ന് പറയുന്നത് എക്കണോമിക് തിയറി എന്നതിലുപരി ഇതൊരു ലീഗൽ തിയറി കൂടിയാണ്. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഫേമസ് ആയിട്ടുള്ള എക്കണോമിസ്റ്റ് റൊണാൾഡ് കോസ് ആണ്. പ്രോപ്പർട്ടി റൈറ്റ്സ് റിഗാർഡ് ചെയ്തിട്ടാണ് ഈ തിയറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഹിസ് ഫേമസ് പേപ്പർ ദ പ്രോബ്ലം ഓഫ് സോഷ്യൽ കോസ്റ്റ്, ദ പ്രോബ്ലം ഓഫ് സോഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള പേപ്പറിലാണ് ഈ ഒരു തിയറിയെ പറ്റി വെറൈറ്റി ഓഫ് ഇൻ്റർപ്രിറ്റേഷൻസ് കൊടുത്തിരിക്കുന്നത്. In this paper, he argued that in the absence of transportation cost, an efficient solution to any economic conflict arising from an externality could be arrived at regardless of the initial distribution of property rights, without the need for a government to impose a solution through regulation, taxation or subsidy. ഇതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ കോസ്റ്റ് പോലും ഇല്ലാതെ ഫ്രീ ആയിട്ട് ഏതെങ്കിലും ഒരു പാർട്ടീസ് തമ്മിൽ, അത് ഇൻഡിവിജ്വലോ ഫേംസോ തമ്മിലോ എന്തെങ്കിലും പ്രോപ്പർട്ടി റൈറ്റ്സ് മേലിൽ എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവുകയാണെങ്കിൽ അതിന് ഇനീഷ്യലായിട്ട് ഒരു പ്രോപ്പർട്ടി റൈറ്റ്സ് ഡിസ്ട്രിബ്യൂഷൻ ഇല്ലാതെ, ഒരു ഗവൺമെൻറ് റെഗുലേഷൻ ഇല്ലാതെ ഒക്കെ ഇതിനെയൊക്കെ പരിഹാരം കണ്ടുപിടിക്കാം. ടാക്സേഷനോ സബ്സിഡിയോ റെഗുലേഷനോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ലാതെ തന്നെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടുപിടിക്കാം. അതായത് ഒരു ഒപ്റ്റിമൽ സൊല്യൂഷനിലേക്ക് അവർക്ക് എത്താൻ സാധിക്കും. Under right conditions, parties to a dispute to the property rights will be able to negotiate an economically optimal solution regardless of initial property rights. അതായത് ഇനീഷ്യൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഇല്ലാതെ തന്നെ ചില സർട്ടൺ റൈറ്റ് കണ്ടീഷൻസ് വെച്ചിട്ട് പാർട്ടീസിന് അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രോപ്പർട്ടി റൈറ്റ്സിൽ ഉണ്ടാകുന്ന ഡിസ്പ്യൂട്ട്സ് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും, ഒരു ഒപ്റ്റിമൽ സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റും. കോസ് തിയറം ഓഫേഴ്സ് യൂസ്ഫുൾ വേ ടു തിങ്ക് അബൌട്ട് ഹൗ ടു ബെസ്റ്റ് റിസോൾവ് ദ കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ കോമ്പീറ്റിംഗ് ബിസിനസ് ഓർ അതർ എക്കണോമിക് യൂസ് ഓഫ് ലിമിറ്റഡ് റിസോഴ്സ്. ലിമിറ്റഡ് റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും ഇങ്ങനെ റിസോൾവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിൻ്റെ ബെസ്റ്റ് യൂസ്ഫുൾ വേസ് ആണ് ഈ കോസ് തിയറം നമുക്ക് പറഞ്ഞു തരുന്നത്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ രണ്ട് പോയിന്റിലായിട്ട്, ഫസ്റ്റ് രണ്ട് പോയിന്റ്സ് ആ രണ്ട് പോയിന്റ്സ് ആണ്. തേർഡ് പോയിന്റ് നോക്കാം. ഇൻ ഓർഡർ ഫോർ ദ കോസ് തിയറം ടു അപ്ലൈ ഫുൾ ദ കണ്ടീഷൻസ് ഓഫ് എഫിഷ്യൻറ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്സ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി സീറോ ട്രാൻസാക്ഷൻ കോസ്റ്റ് മസ്റ്റ് ഒക്വർ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അണ്ടർ ദ റൈറ്റ് കണ്ടീഷൻസ് രണ്ട് പാർട്ടീസ് തമ്മിൽ പ്രോപ്പർട്ടി റൈറ്റ്സിന് മേലിൽ ഡിസ്പ്യൂട്ട്സ് ഉണ്ടാകുമ്പോൾ അത് നെഗോഷിയേറ്റ് ചെയ്യണമെങ്കിൽ റൈറ്റ് കണ്ടീഷൻസിൻ്റെ ബേസ് ഉണ്ട്. ആ ഒരു റൈറ്റ് കണ്ടീഷൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ഉണ്ട്. അത് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്സ് ആയിരിക്കണം, അതുപോലെ തന്നെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മാർക്കറ്റ് ആയിരിക്കണം, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി സീറോ ട്രാൻസാക്ഷൻ കോസ്റ്റ് മസ്റ്റ് ഒക്വർ. ഇത് ജസ്റ്റ് പോയിന്റ് പറഞ്ഞോളൂ, ഞാൻ ബ്രീഫായിട്ട് പറഞ്ഞുതരാം. ഇൻ ദ റിയൽ വേൾഡ് ഇറ്റ് ഈസ് റൈറ്റ് ദാറ്റ് perfect economic condition exists, making the Coase theorem better suited to explaining why inefficiencies exist as opposed to a way to resolve disputes. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഒരു റിയൽ വേൾഡിലേക്ക്, അതായത് നമ്മുടെ റിയൽ വേൾഡ് സിറ്റുവേഷനിലേക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു റൈറ്റ് കണ്ടീഷൻസ് ഭയങ്കര റെയർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ തിയറിയുടെ പ്രാക്ടിക്കബിലിറ്റി എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. എക്സ്റ്റേണാലിറ്റി എന്താണെന്ന് പറയാം. എക്സ്റ്റേണാലിറ്റി എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ള എക്കണോമിക് സിറ്റുവേഷനാണ്. അവിടെ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ, ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ അദ്ദേഹത്തിൻ്റെ കൺസംഷനോ പ്രൊഡക്ഷനോ നടത്തുന്ന സമയത്ത് മറ്റൊരു ഇൻഡിവിജ്വലിൻ്റെ കൺസംഷനെയോ പ്രൊഡക്ഷനെയോ അത് ബാധിക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു ആക്ടിവിറ്റി ബാധിക്കുന്നുണ്ടെങ്കിൽ, അവിടെ ഒരു ഡയറക്റ്റ് എഫക്റ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എക്സ്റ്റേണാലിറ്റി എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റിയോ നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റിയോ ആവാം. അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയുടെ കൺസംഷനെയോ പ്രൊഡക്ഷനെയോ നെഗറ്റീവായിട്ട് ബാധിക്കുകയാണെങ്കിൽ അത് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി എന്ന് പറയും. അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതൊരു പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, മൈ നെയ്ബർ പ്ലേയിങ് ലൗഡ് മ്യൂസിക് അറ്റ് 3 in the morning, or the person next to me in a restaurant smoking a cheap cigar, or the amount of pollution produced by local automobiles are all examples of negative consumption externality. അതായത് നെഗറ്റീവ് കൺസംഷൻ എക്സ്റ്റേണാലിറ്റിക്ക് കുറച്ച് എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നെയ്ബർ ലൗഡ് വോയിസിൽ മ്യൂസിക് പ്ലേ ചെയ്യുമ്പം അതൊരു ഡിസ്റ്റർബൻസ് ആണ്, അതൊരു നെഗറ്റീവ് എഫക്റ്റ് ആണ് മറ്റൊരു നെയ്ബറിന് കൊടുക്കുന്നത്. അപ്പോൾ മറ്റൊരു ഇൻഡിവിജ്വലിനെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് നെഗറ്റീവ് എഫക്റ്റ് ആണ്. അതുപോലെ തന്നെ ഒരു ഇൻഡിവിജ്വൽ സ്മോക്ക് ചെയ്യുകയാണ്, അത് മറ്റൊരാളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, അടുത്ത് നിൽക്കുന്ന നെയ്ബറിനെ എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റിയാണ്.
അതുപോലെ തന്നെ ലോക്കൽ ഓട്ടോമൊബൈൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊല്യൂഷൻ എന്ന് പറയുന്നത് അതിന് ചുറ്റുമുള്ള നെയ്ബേഴ്സിന് അതൊരു അസ്വസ്ഥതയാണ്, അതൊരു നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റിയാണ്. ഇതൊക്കെയാണ് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റിക്കുള്ള എക്സാമ്പിൾസ്. On the other hand, I may get pleasure from observing my neighbor's flower garden. This is an example of a positive consumption externality. An apple orchard located next to a beekeeper is case of positive production externality. അതായത് ഇപ്പോൾ രണ്ട് എക്സാമ്പിളാണ് ഇതിൽ പറയുന്നത്. അതായത് എൻ്റെ അയൽക്കാരൻ്റെ, എൻ്റെ നെയ്ബറിൻ്റെ ഫ്ലവർ ഗാർഡൻ, അവിടുത്തെ പൂന്തോട്ടം കണ്ടിട്ട് എനിക്കൊരു പ്ലഷർ, എനിക്ക് അതിൽ നിന്നൊരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് എഫക്റ്റാണ് എനിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതൊരു പോസിറ്റീവ് കൺസംപ്ഷൻ എക്സ്റ്റേണാലിറ്റിയാണ്. ഒരു ബീ കീപ്പർ, അതായത് ഒരു തേനീച്ച വളർത്തുന്ന ആളുടെ അടുത്ത്, അദ്ദേഹം വളർത്തുന്ന ആ സ്ഥലത്തിൻ്റെ അടുത്ത് ഒരു ആപ്പിൾ ഓർച്ചാർഡ് നിൽക്കുകയാണെങ്കിൽ അത് അദ്ദേഹത്തിനൊരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്. അത് പോസിറ്റീവ് പ്രൊഡക്ഷൻ എക്സ്റ്റേണാലിറ്റിയാണ്. The general thinking in economics is that the market mechanism was capable of achieving Pareto efficient allocations when externalities were not present. If externalities are present, the market will not necessarily result in a Pareto efficient provision of resources. However, there are other social institutions such as the legal system or government intervention that can mimic the market mechanism to some degree and thereby achieve Pareto efficiency. എക്കണോമിക്സിൻ്റെ ജനറൽ ആയിട്ടുള്ള തിങ്കിങ് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റ് മെക്കാനിസം അതിൻ്റെ ഒരു പൂർണ്ണതയിൽ എത്തണമെങ്കിൽ അവിടെ ഒരു പരേറ്റോ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു കണ്ടീഷൻ അച്ചീവ് ചെയ്യണം, പരേറ്റോ എഫിഷ്യൻ്റ് അലോക്കേഷൻ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. പക്ഷേ ഇഫ് എക്സ്റ്റേണാലിറ്റീസ് ആർ പ്രസൻറ്റ്, എക്സ്റ്റേണാലിറ്റീസിൻ്റെ ആബ്സെൻസിലൂടെ മാത്രമാണ് നമുക്ക് ഈ പരേറ്റോ എഫിഷ്യൻ്റ് കണ്ടീഷന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം എക്സ്റ്റേണാലിറ്റീസിൻ്റെ മീൻസ് എക്സ്റ്റേണാലിറ്റീസിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടെങ്കിൽ അവിടെ പരേറ്റോ പ്രൊവിഷൻ ഓഫ് റിസോഴ്സ് എന്ന് പറയുന്നത് ആ ഒരു റിസൾട്ടിലേക്ക് നമ്മൾ എത്തില്ല. However, there are other social institutions such as the legal system or government intervention that can mimic the market mechanism. അതായത് ഈ ഒരു പരേറ്റോ എഫിഷ്യൻസി നമുക്ക് ഒരു എക്സ്റ്റേണാലിറ്റി കണ്ടീഷൻസിൽ നമുക്ക് പരേറ്റോ എഫിഷ്യൻസി അച്ചീവ് ചെയ്യണമെങ്കിൽ അവിടെ മാർക്കറ്റ് മെക്കാനിസം അവിടെ ക്ലിയർ ആയിട്ട് പോകണമെങ്കിൽ അവിടെ നമുക്ക് വേണ്ട ആവശ്യമുള്ള കാര്യങ്ങളുണ്ട്. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സച്ച് ആസ് ലീഗൽ സിസ്റ്റം അല്ലെങ്കിൽ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ, അതായത് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ്റെയോ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയോ സഹായത്തോടെ നമുക്ക് ഈ ഒരു പരേറ്റോ എഫിഷ്യൻസി എന്ന് പറയുന്നത് അച്ചീവ് ചെയ്യാം. ഏതൊരു സാഹചര്യത്തിൽ? എക്സ്റ്റേണാലിറ്റീസ് ഉള്ള സാഹചര്യത്തിൽ. പ്രോപ്പർട്ടി റൈറ്റ്സിൻ്റെ ഒരു 4 പോയിൻറ്റ്സാണ് കൊടുത്തിരിക്കുന്നത്. റൈറ്റ് ടു യൂസ് ദ ഗുഡ്, അതായത് ഒരു ഗുഡ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാനുള്ളത്, ഈ സ്വാതന്ത്ര്യത്തോടെ അദ്ദേഹത്തിന് മാത്രമായിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു റൈറ്റാണ് പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്നത്. റൈറ്റ് ടു ഏൺ ഇൻകം ഫ്രം ദ ഗുഡ്, ആ ഗുഡ് ഒരു വ്യക്തിക്ക് സ്വന്തമായിട്ടുള്ള ആ ഗുഡിൽ നിന്ന് എന്തുണ്ടാക്കിയാലും അത് അദ്ദേഹത്തിന് മാത്രമായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്നത്, അദ്ദേഹത്തിന് അതിൽ നിന്നുള്ള ഏണിങ്സ് അദ്ദേഹത്തിന് മാത്രമായിട്ട് ലഭിക്കാൻ പറ്റുന്നത്, അങ്ങനെയുള്ള അവകാശമാണ് പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്നത്. റൈറ്റ് ടു ട്രാൻസ്ഫർ ദ ഗുഡ്, ആ ഗുഡ് ആവശ്യമുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുക. പിന്നെ റൈറ്റ് ടു എൻഫോഴ്സ് പ്രോപ്പർട്ടി. അങ്ങനെ 4 പോയിൻറ്റ്സാണ് പ്രോപ്പർട്ടി റൈറ്റ്സ് റിലേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കോസ് തിയറം അപ്ലൈ ചെയ്യുന്നതിന് റൈറ്റ്സ് കണ്ടീഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ എഫിഷ്യൻറ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് എന്ന് പറയുന്നത് എഫിഷ്യൻ്റ് ആയിരിക്കണം, കോമ്പറ്റീറ്റീവ് ആയിരിക്കണം, അതായത് എഫിഷ്യൻ്റ്ലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു മാർക്കറ്റ് ആയിരിക്കണം. രണ്ടാമത് അവിടെ ഒരു ട്രാൻസാക്ഷൻ കോസ്റ്റ് ഒന്നും തന്നെ ഉണ്ടാവരുത്, ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കണം, നോ ട്രാൻസാക്ഷൻ കോസ്റ്റ് ആണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള അടുത്ത കണ്ടീഷൻ. പിന്നെ ഫ്രീ പ്ലസ് സിമെട്രിക്കൽ ഇൻഫോർമേഷൻ, അതായത് 2 പേരുള്ള ഡിസ്പ്യൂട്ട്സ്, അപ്പം 2 പേർക്കും ഒരേ തരത്തിലുള്ള ഇൻഫോർമേഷൻസ് അവൈലബിൾ ആയിരിക്കണം, അതും കോസ്റ്റ് ഇല്ലാതെ തന്നെ അവൈലബിൾ ആയിരിക്കണം. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ബിസിനസ് മാൻ നെയ്ബർ, അതായത് ഒരു ബിസിനസ് നടത്തി. ആ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ അവിടെ കുറേ മെഷീൻസ് യൂസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രൊഡക്ഷൻ ആയിരിക്കാം. ആ ഒരു സമയത്ത് ആ മെഷീൻസിൻ്റെ നോയ്സ് എന്ന് പറയുന്നത് നെയ്ബേഴ്സിനെ വളരെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ അവർ തമ്മിൽ, അതായത് ബിസിനസ് മാനും നെയ്ബേഴ്സും തമ്മിലൊരു കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ മാർക്കറ്റ് വാല്യൂ ഓഫ് വൺ പ്രൊഡ്യൂസിങ് നോയ്സ് ഗ്രേറ്റർ ദാൻ മാർക്കറ്റ് വാല്യൂ ഓഫ് ഡാമേജ് ഡൺ ടു നെയ്ബേഴ്സ്. അവർ തമ്മിൽ മെയിനായിട്ട് അവർ ചെയ്യാൻ പോകുന്നത് ആദ്യം ഇവർ തമ്മിൽ ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവും, പിന്നെ അവർ നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തമ്മിൽ ഒരു ചർച്ചയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവും. അപ്പം ആദ്യം അവിടെ നോക്കുന്നത് മാർക്കറ്റ് വാല്യൂ ആയിരിക്കും. അപ്പം മാർക്കറ്റ് വാല്യൂ ഓഫ് വൺ പ്രൊഡ്യൂസിങ് നോയ്സ് ഗ്രേറ്റർ ദാൻ മാർക്കറ്റ് വാല്യൂ ഓഫ് ഡാമേജ് ഡൺ ടു നെയ്ബേഴ്സ്, ഏതിൻ്റെ മാർക്കറ്റ് വാല്യൂ ആണോ കൂടുതൽ
ഇപ്പോൾ ബിസിനസ്മാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂസിൻ്റെ മാർക്കറ്റ് വാല്യൂ ആണ് കൂടുതൽ എങ്കിൽ ബിസിനസ്മാൻ നെയ്ബേഴ്സിന് പേ ചെയ്യും. അത് കഴിഞ്ഞ് ബിസിനസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് പോകും. ആ ഒരു സിറ്റുവേഷനാണ് ഒന്നാമത്തേത്. രണ്ടാമത്തെ, മാർക്കറ്റ് വാല്യൂ ഓഫ് വൺ പ്രൊഡ്യൂസിങ് നോയ്സ് ലെസ് ദാൻ മാർക്കറ്റ് വാല്യൂ ഓഫ് നെയ്ബേഴ്സ്. ഇപ്പോൾ മാർക്കറ്റ് വാല്യൂ ഓഫ് നെയ്ബേഴ്സ് ആണ് ഗ്രേറ്റർ, മറ്റേത് കുറഞ്ഞിരിക്കുകയാണെങ്കിൽ നെയ്ബേഴ്സ് എല്ലാവരും കൂടെ പേ ചെയ്യും, ബിസിനസ് നിർത്തിപ്പോവും. അങ്ങനെ ഒരു സിറ്റുവേഷനാണ്. പക്ഷേ ഒരു റിയൽ വേൾഡ് സിറ്റുവേഷനിൽ നമുക്കൊരിക്കലും ഈ രണ്ടാമത്തെ കാറ്റഗറി, അതായത് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നെയ്ബർ പേ ചെയ്യും എന്നുള്ള ഒരു സിറ്റുവേഷൻ എന്തായാലും റിയൽ വേൾഡ് സിറ്റുവേഷനിൽ ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ആ റൈറ്റ് കണ്ടീഷൻസ് എന്ന് പറയുന്നത് അവിടെ സാറ്റിസ്ഫൈഡ് അല്ലാണ്ട് പോകും. അങ്ങനെയുള്ള റിയൽ വേൾഡ് സിറ്റുവേഷൻസിൽ ഇത് ആപ്ലിക്കബിൾ അല്ല. ക്യാൻ ദ കോസ് തിയറം ബി അപ്ലൈഡ് ഇൻ ദ റിയൽ വേൾഡ്? റിയൽ വേൾഡ് സിറ്റുവേഷനിൽ കോസ് തിയറം എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാൻ പറ്റും. മെയിനായിട്ടും ഈ കോസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ ഒരു സർട്ടൻ കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. സർട്ടൻ കണ്ടീഷൻസിൽ സീറോ ട്രാൻസാക്ഷൻ കോസ്റ്റ്, അതായത് അവർ ബാർഗെയിൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അവിടെ ഒരു മീറ്റിംഗ് നടത്തുമ്പോഴോ ഒക്കെ ഉണ്ടാകുന്ന കോസ്റ്റ് ഒരിക്കലും ഉണ്ടാവരുത്. പെർഫെക്റ്റ് ഇൻഫോർമേഷൻ, അതായത് ഇൻഡിവിജ്വലോ ബിസിനസ്സോ തമ്മിലാണെങ്കിൽ ഇൻഡിവിജ്വലിനും ബിസിനസ്സിനും ഒരേപോലെയുള്ള പെർഫെക്റ്റ് ഇൻഫോർമേഷൻ ആയിരിക്കണം ആ പ്രോപ്പർട്ടിയുടെ മേളിൽ ഉണ്ടാവേണ്ടത്. നോ മാർക്കറ്റ് പവർ ഡിഫറൻസസ്, ഇൻഡിവിജ്വലോ ബിസിനസ്സോ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണെങ്കിൽ ബിസിനസ്സിന് ഹൈ പവറും ഇൻഡിവിജ്വൽസിന് ലോ പവറും അങ്ങനെയുള്ള വേർതിരിവൊന്നുമില്ല. സെയിം ആയിട്ടായിരിക്കും അവരെ നോക്കിക്കാണുക. ആൻഡ് എഫിഷ്യൻറ്റ് മാർക്കറ്റ്സ്, ഇങ്ങനെയുള്ള കുറച്ച് അസംഷൻസ് ഉണ്ട്. ഈ അസംഷൻസ് സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമാണ് ഈ കോസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ഇൻ ദ റിയൽ വേൾഡ് എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ കോസ്റ്റ് അവിടെ ഉണ്ടാവും. പെർഫെക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ, അതും ഒരുപോലെയുള്ള ഇൻഫോർമേഷൻ രണ്ട് കൂട്ടർക്കും കിട്ടിയെന്ന് വരില്ല. മാർക്കറ്റ് പവർ അവിടെയുണ്ട്, മാർക്കറ്റിനാണ് കൂടുതലായിട്ടുള്ള പവർ ഉള്ളത്. പിന്നെ സാധാരണ ഉള്ളതുപോലെ തന്നെ മോസ്റ്റ് മാർക്കറ്റ്സ് ഫോർ ഫൈനൽ ഗുഡ്സ് ആൻഡ് പ്രൊഡക്ഷൻ ഫാക്ടേഴ്സ് ഡു നോട്ട് മീറ്റ് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് എഫിഷ്യൻസി മീറ്റ് ചെയ്യണമെന്നില്ല ഇതൊന്നും. ആൻഡ് ഇതാണ് കോസ് തിയറം എന്ന് പറയുന്നത്. വീഡിയോ ഒറ്റത്തവണ കണ്ടിട്ട് മനസ്സിലായെങ്കിൽ റിപ്പീറ്റ് അടിച്ച് കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. ടോപ്പിക്കിൻ്റെ നോട്ട് ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ആൻഡ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു.